മരണമാസ് കണ്ടിറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. അമേരിക്കയിൽ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മമ്മൂക്കയുടെ ബസൂക്ക കണ്ട അതേ തിയേറ്ററിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, രാത്രി ഷോയാണ് നമ്മളിപ്പോൾ കണ്ട് കഴിഞ്ഞിറങ്ങിയുള്ളൂ. കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എന്താണെന്ന് എനിക്ക് തോന്നിയത്, എനിക്കൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫൺ ഫിലിം, അത്രയേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ചിരിക്കാനുണ്ട്. അതെ, പക്ഷേ എനിക്ക് തീരെ പ്രതീക്ഷയില്ല ഇങ്ങനെയുള്ള സിനിമകൾ. ഞാൻ വളരെ എന്താ പറയുന്ന ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് തുടങ്ങിയത് ഈ സിനിമ. അപ്പം കണ്ടു തുടങ്ങിയത്, അങ്ങനെ കണ്ടു തുടങ്ങി. റോഷനിക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു തോന്നുന്നു ആ സമയത്തൊക്കെ, അല്ലേ? കുഴപ്പമില്ല, ഒരു ഫൺ ഫിലിം അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫിലിംസ് പോലെ ഇപ്പം നമ്മുടെ എമ്പുരാന അതൊക്കെ വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിം, അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വലിയ കഥയോ അങ്ങനെയൊന്നുമില്ല. ടൈം പാസ് പോലെ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എങ്കിലും പിന്നെ ബേസിൽ ജോസഫ് ആ ഒരു മൂവിയുടെ ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഇനിയിപ്പോൾ എന്തായാലും പിന്നെ വേറെ കാര്യമുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലും കുറച്ച് എൻഗേജിങ് ആയിരുന്നു. അതായത് നമ്മൾ ഉറങ്ങിപ്പോണ സിറ്റുവേഷൻ ഒന്നുമില്ല. ചില സിനിമ ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പിന്നെ നമ്മൾ ഡെഡായി പോവും, പിന്നെ വീണ്ടും ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവും, അങ്ങനെയൊക്കെയാണല്ലോ വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. റോഷനി കുറച്ചുകൂടിയും ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആദ്യമൊന്നും എനിക്ക് അത്ര ഇത് തോന്നിയില്ല. പക്ഷേ അത് ഇങ്ങനെ എൻഗേജിങ് ആയിരുന്നു. ഒന്നിരുന്ന് എന്താണെന്ന് നോക്കാം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പിന്നെ അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവസാനമായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കുറച്ചുകൂടി ക്ലാസ് വന്നു, കുറച്ചുകൂടി സ്പീഡ് വന്നു സിനിമയ്ക്ക്. പിന്നെ എന്താ പറയണേ, പിന്നെ കോമഡിയൊക്കെ ഇടയ്ക്ക് നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങി. പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ബാബു ആൻ്റണി ചേട്ടൻ്റെ നല്ലൊരു അഭിനയം നല്ലതാണ്, ഒരു നല്ലൊരു മൂവി കാണണം എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അദ്ദേഹവും അതുപോലെ തന്നെ എനിക്ക് ബാക്കിയുള്ള മറ്റേ ഡ്രൈവറായിരുന്നു, പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞത്, സുരേഷ് കൃഷ്ണ, ഇവർക്കൊക്കെ എല്ലാ റോളുകളും ചേരും. അതല്ലെങ്കിൽ ഇവരൊക്കെ ഇതുപോലെ നല്ല നല്ല റോളുകൾ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളത് വളരെയധികം മനസ്സിലായി. ബാബു ആൻ്റണി അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ആക്ടിങ് വളരെ പക്കയായിരുന്നു ഇതിൻ്റെ അകത്ത്. അദ്ദേഹത്തിനൊക്കെ കോമഡിയൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. നമ്മൾ കുറേ നടന്മാരെ ഓരോ രീതിയിലേക്ക് കോർണർ ചെയ്തിട്ടുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. അപ്പം അങ്ങനെ ആരെയും കോർണർ ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും എല്ലാ റോളും ചെയ്യണം, അപ്പോഴാണല്ലോ നടന്മാരാവുള്ളൂ. ഇവർക്കൊക്കെ ഭയങ്കര ടാലൻ്റ് ഉള്ളതാണ്. ബാബു ആൻ്റണി ചേട്ടൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ചെറുപ്പം മുതൽ കണ്ടിരിക്കുന്ന സിനിമകളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ ഇങ്ങനെ താഴേക്ക് പോയി മൂവിയിലില്ലാണ്ടായി നമുക്ക് വളരെ വിഷമായിരുന്നു. അദ്ദേഹത്തിനൊക്കെ ഒരു നല്ല, എനിക്കിപ്പോൾ മറ്റേ നമ്മൾ RDXും ഒക്കെ കണ്ടു. പക്ഷേ എനിക്ക് ഇതിലുണ്ടല്ലോ അഭിനയത്തിന് കുറച്ചുകൂടി ആ ഒരു മാച്ചിങ് ഇത് വന്നു, ഒരു നല്ലൊരു അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നെ മറ്റേ സുരേഷ് കൃഷ്ണ, എല്ലാവരുടെയും ആ പെൺകുട്ടി ബേസിൽ ജോസഫ്, ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം നന്നായിട്ട് അഭിനയിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അഭിനയം വളരെ അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, നല്ല ഡയറക്ഷനായിരുന്നു. പിന്നെ അതെ, പിന്നെ ചെറിയൊരു ത്രെഡ് എടുത്തിട്ട് സിനിമയാക്കി. അതെ, എല്ലാ സിനിമയും ഇങ്ങനെ ഓരോ ത്രെഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ ത്രെഡ് എടുത്തിട്ട് നമ്മൾ വലിയ സിനിമയ്ക്ക് വലിയ എക്സ്പെക്റ്റേഷന് പോകുമ്പോൾ ഈ ത്രെഡ് തന്നെയാണ് അല്ലെങ്കിൽ അവസാനം ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ത്രെഡും ആ ഒരു കഥയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈങ് ആണ്. ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അല്ലേ, ഒരു സാറ്റിസ്ഫാക്ടറി ആണ്. നമുക്കൊരു ആദ്യം നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ അതെ അതെ നല്ല. എന്തായാലും മറ്റേ മരണമാസ ടീം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മൂവി ഇഷ്ടമായി എന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക. ഞങ്ങളിന്ന് ഫസ്റ്റ് ഡേ തന്നെ വന്ന് കാണാൻ വേണ്ടി ഒന്ന് തിരക്ക് പിടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. അല്ലേ, ബൈ ബൈ.